മനുഷ്യന്റെ പരാജയമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിക്കാൻ പാടില്ലായിരുന്നു. അതാണ് യഥാർത്ഥ അനാഥത്വമെങ്കിൽ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആത്മീയ ചക്രവാളത്തിലേക്ക് ഉയർന്നു വരാൻ പാടില്ലായിരുന്നു. ജന്മത്തിന് മാസങ്ങൾക്ക് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ടു പോയ മറ്റൊരു അനാഥനാണല്ലോ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇങ്ങനെ എത്രയോ ആളുകൾ 15 വയസ്സ് തികയുന്നതിന്റെ മുമ്പ്, പ്രായപൂർത്തിയും പക്വതയും എത്തുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതല്ല യഥാർത്ഥ അനാഥത്വം. പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടമാകുന്നതാണ്. വിജ്ഞാനത്തിന്റെ വഴികൾ മുന്നിലടഞ്ഞു പോകുന്നതാണ് ലോകത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അനാഥത്വം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി മൗലായ സല്ലി വ അനാഥൻ എന്ന് പറയുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ സന്താനങ്ങളല്ല. ഈമും സംസ്കാരവും നിഷേധിക്കപ്പെടുന്നവരാരോ, വിജ്ഞാനവും ധാർമ്മികമായ പരിസരങ്ങളും നിഷേധിക്കപ്പെടുന്നവരാരോ അവരാണ് യഥാർത്ഥ അനാഥരെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അനാഥത്വത്തിന്റെ കൈപ്പുനീര് കുടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്കൊരിക്കലും ഞാനൊരു അനാഥനാണെന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ ഒരു പാരമ്പര്യത്തിന്റെ താവഴയുടെ നന്മ പോലെ വിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് അദമ്യമായ സ്നേഹമുണ്ടായിരുന്നു. ആ പ്രവാചകനോട് ആത്മീയമായ ബന്ധമുണ്ടായിരുന്നു. എന്റെ ഉറക്കിലും ഉണർവിലും ആ റസൂലിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുമായിരുന്നു. പലപ്പോഴും സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് എനിക്ക് പല പല കാര്യങ്ങളും ഉപദേശിക്കുകയും എന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അനാഥത്വം എന്തെന്ന് അറിയേണ്ടി വന്നില്ല. പുറമേക്ക് കാണുന്നവർക്ക് ഞാൻ പ്രയാസപ്പെടുന്ന ഒരു അനാഥ ബാലനായിരിക്കാം, പക്ഷെ എനിക്ക് യഥാർത്ഥ അനാഥത്വം ബാധിച്ചിട്ടില്ല. എനിക്ക് വിജ്ഞാനം പകർന്നു തരാൻ മഹാന്മാരായ ഗുരുനാഥന്മാരുണ്ടായിരുന്നു. എനിക്ക് സംസ്കാരം പഠിപ്പിച്ചു തരാൻ ഉന്നതരായ പണ്ഡിതന്മാരുടെ സാമീപ്യമുണ്ടായിരുന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതിന്റെ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്, സംസ്കാരത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടിയാണ്. അതിനു മുമ്പിലെ പ്രയാസങ്ങളെ അവഗണിക്കാൻ നമ്മൾ ശീലിക്കുക. ഇമാം തഖിയുദ്ദീൻ അൻദുലുസി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് കപ്പലേറിയിട്ട് കഷ്ടപ്പെട്ട് ബഗ്ദാദിൽ വന്നുകൊണ്ട് ഇറങ്ങുന്ന തഖിയുദ്ദീൻ അൻദുലുസി റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു എവിടെയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠശാല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കുട്ടികളെ ഹദീസ് പഠിപ്പിക്കുന്ന പാഠശാല എവിടെയാണ്? ആരോ പറഞ്ഞു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ചോദിക്കുന്നതും അദ്ദേഹത്തിന്റെ പേര് പറയുന്നതും ഇവിടെ നിഷിദ്ധമാണ്. ഖുർആനിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട്, പുതിയ ചിന്താഗതികളുമായി സഹകരിക്കാത്തത് കൊണ്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നു. വീട്ടുതടങ്കലിൽ കിടക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. അന്യരുമായിട്ട് സംസാരിക്കാനുള്ള സമ്മതമില്ല. രാജാവ് കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന് പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധ്യമല്ല. വീട്ടുതടങ്കലിൽ കിടക്കുന്ന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമല്ല, ആഫ്രിക്കയിൽ നിന്ന് കപ്പലേറിയിട്ട് കഷ്ടപ്പെട്ടു വന്ന താൻ തന്റെ മുമ്പിൽ വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണോ എന്ന ദുഃഖം തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ അലട്ടുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, ഒരു ബദൽ സംവിധാനം നിർമ്മിക്കണം. തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹു നേരെ അങ്ങാടിയിൽ ചെന്നുകൊണ്ട് കീറിപ്പറഞ്ഞ ഒരു വേഷം സംഘടിപ്പിച്ചു.
അവിടുത്തെ ഫഖീറന്മാരായ ആളുകൾ, യാചകന്മാരായ ആളുകൾ സാധാരണയായി ധരിക്കുന്ന ഒരു വേഷം, ആ വേഷം ധരിച്ചുകൊണ്ട് പിന്നിക്കീറിയ വസ്ത്രങ്ങളുമായി ഒരു ഫഖീറിന്റെ കോലത്തിൽ തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദിന്റെ വീട്ടുപടിക്കൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. വീടിന്റെ പടിവാതിൽക്കൽ വന്നുകൊണ്ട് അൽ അജ്റ റഹ്മക്കുമുല്ലാഹ്, ഇവിടെ ഇതാ ഒരു പാപം വന്നിരിക്കുന്നു, എനിക്ക് വല്ലതും തരണേ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഏതോ ഒരു ഫഖീർ വന്നിരിക്കുന്നു എന്ന ധാരണയോടുകൂടെ നാണയത്തുട്ടുകൾ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. നാണയത്തുട്ടുകൾ സ്വീകരിക്കുന്നതിന് പകരം തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആഫ്രിക്കയിൽ നിന്ന് അങ്ങയെ തേടി വന്നിട്ടുള്ള ഒരു വിനീതനായ ശിഷ്യനാണ്. ആഫ്രിക്കയിൽ നിന്ന് അങ്ങയെ തേടി വന്നിട്ടുള്ള വിനീതനായ ഒരു ശിഷ്യനാണ്. ഇവിടെ വന്നപ്പോഴാണ് അങ്ങേക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന്, അങ്ങയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, അങ്ങയെ ഇവിടുത്തെ ഭരണാധികാരികൾ തുറങ്കിലടച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആഫ്രിക്കയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നുകൊണ്ട് വെറുതെ തിരിച്ചു പോകുന്നത് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഞാനൊരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇമാമിന് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ അത് സ്വീകരിക്കണം. എന്താണ് പോംവഴി? ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ഒരു ഫഖീറിന്റെ കോലത്തിൽ വരാം. പാവപ്പെട്ട ആളുകൾ, യാചകന്മാരായ ആളുകൾ വീട് വീടാന്തരം നടന്നുകൊണ്ട് യാചിക്കുന്ന ആളുകൾ വരുന്നത് പോലെ അങ്ങയുടെ വീട്ടിൽ ഞാൻ വരാം. ആളുകൾ കാണുന്നവർ വിചാരിക്കുന്നത് ഇമാം അഹ്മദിന്റെ വീട്ടിലേക്ക് ഒരു ഫഖീർ ചെല്ലുന്നു എന്നായിരിക്കാം. പക്ഷെ ഈ ഫഖീർ തേടുന്നത് നാണയത്തുട്ടുകളല്ല, വിജ്ഞാനത്തിന്റെ ശകലങ്ങളാണെന്ന് അല്ലാഹു അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല. ഇമാം സമ്മതിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ താല്പര്യം കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. പെട്ടെന്ന് സമ്മതം മൂളുന്നു. ഓരോ ദിവസവും ഫഖീറിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇമാം തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹു, ആഫ്രിക്ക വംശജനായ അദ്ദേഹം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിജ്ഞാനം ശേഖരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വീകരിച്ച ഭരണാധികാരികൾ അവർ കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു പോയി. പുതിയ തന്റേടികളായ ഭരണാധികാരികൾ വന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിൽ വെച്ചത് വിഡിത്തമായിരുന്നുവെന്ന് ചിന്തിക്കുന്നവർ വന്നു. അഹ്മദ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കപ്പെട്ടു. ബഗ്ദാദിലെ വിശാലമായ പള്ളിയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ പാഠശാല നാന്ദി കുറിക്കപ്പെടുകയാണ്, പുനരാരംഭിക്കപ്പെടുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ വൈജ്ഞാനികമായ മധു നുകരാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ സംഗമിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിലെ ഒന്നാമനായി ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത് നേരത്തെ പറഞ്ഞ തഖിയുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ താല്പര്യം ആയിരങ്ങൾക്ക് മാതൃകയാണ്. ഈ അഭിനിവേശം ഇനി കടന്നു വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിലെ ആയിരക്കണക്കിന് മുസ്ലിം മക്കൾക്ക് ആവേശം നൽകുന്ന അനുഭവമാണ് എന്നാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തന്റെ പാഠശാലയുടെ ക്യാപ്റ്റനായി നിയമിച്ചപ്പോൾ പറഞ്ഞ വാചകം. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. ഇൽമ് എന്ന് പറയുന്നത്